ഹായ് ഓൾ. ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് രഹസ്യത്തെക്കുറിച്ചാണ്. അതായത് എന്താണ് ഈ രഹസ്യം, അതായത് സീക്രട്ട്. നിങ്ങളൊരു പക്ഷേ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ സീക്രട്ട് എന്ന്. ഞാനിത് എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാം. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായൊരു ശക്തി മൂലമാണ്. നമ്മളെല്ലാം സ്വയം നയിക്കുന്നത് ഒരേ നിയമങ്ങൾക്കനുസരിച്ചാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അത്യധികം സൂക്ഷ്മവും കൃത്യവുമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രയാസവുമില്ലാതെ ശൂന്യാകാശ പേടകം നിർമ്മിക്കാൻ പോലും കഴിയുന്നത്. നമുക്ക് മനുഷ്യനെ ചന്ദ്രനിൽ പോലും എത്തിക്കാൻ കഴിയുന്നത്. അവിടെ ചെന്നിറങ്ങുന്ന സമയം നിമിഷാർദ്ധത്തിൻ്റെ കൃത്യതയിൽ നിർണ്ണയിക്കാൻ കഴിയും. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, ഏത് രാജ്യത്തിലായാലും ശരി, നാമെല്ലാം ആ ഒരു ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ നിയമം, അതായത് ആകർഷണ നിയമം. ആകർഷണ നിയമമാണ് നമ്മുടെ ഈ രഹസ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബിംബങ്ങൾ കാരണമാണ് അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ, അതിനെയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അതായത് നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാവുന്നൊരു ശക്തിയാണ്. ഈ ലോകത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ ആചാര്യന്മാർ വരെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമം ആകർഷണ നിയമം തന്നെയാണ്. സമയത്തിൻ്റെ ആരംഭം മുതൽ ഈ നിയമവും ആരംഭിച്ചു. അതെപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കർമ്മത്തെയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും നിശ്ചയിക്കുന്നത് ഈ ആകർഷണ നിയമം തന്നെയാണ്. നിങ്ങൾ ആരായാലും എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതാനുഭവത്തിന് രൂപം നൽകുന്നത് ഈ ആകർഷണ നിയമമാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് സർവശക്തമായ ഈ നിയമം പ്രവർത്തിക്കുന്നത്. ആകർഷണ നിയമത്തെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങളത് ചെയ്യുന്നത്. മഹത്തരവും ഒരിക്കലും പിഴയ്ക്കാത്തതുമായ നിയമമാണിത്. സൃഷ്ടിയുടെ സംവിധാനം മുഴുവൻ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബുദ്ധിമാന്മാർ പലപ്പോഴും ഇത് മനസ്സിലാക്കിയിരുന്നു. പുരാതന കാലം മുതൽക്ക് അവർക്ക് പണ്ടേ ഇത് അറിയാമായിരുന്നു. വിശിഷ്ടമായൊരു ചെറിയ സംഘമാണ് ബാബിലോണിയക്കാർ. അവർ നേരത്തെ ഇത് മനസ്സിലാക്കിയിരുന്നു. അതായത് ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ 96% ലോക ജനതയുടെ 1% കയ്യിൽ ഒതുങ്ങിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല, അത് അപ്രകാരം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. അവരെല്ലാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവർ രഹസ്യം മനസ്സിലാക്കിയവരാണ്. ഇപ്പോഴിതാ ആ രഹസ്യം നിങ്ങൾക്കുമായി പരിചയപ്പെടുത്തുന്നു. ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു. അവരുടെ ചിന്തകൾ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് മാത്രമായിരുന്നു. മറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വേരൂന്നാൻ അവർ അനുവദിച്ചിട്ടേയില്ല. അവരുടെ പ്രബല ചിന്ത സമ്പത്തിനെക്കുറിച്ച് തന്നെയായിരുന്നു. സമ്പത്തിനെക്കുറിച്ച് മാത്രമേ അവർക്കറിയൂ. മറ്റൊന്നിനും അവരുടെ മനസ്സിൽ സ്ഥാനമേ ഇല്ല. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരറിഞ്ഞോ അറിയാതെയോ സമ്പത്തിനെ അവരിലേക്ക് ആകർഷിച്ചത്. അവിടെ ആകർഷണ നിയമം ശക്തമായി പ്രവർത്തിച്ചു. അതായത് ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കുമെന്ന് നമുക്കറിയാം. ആകർഷണ നിയമത്തെ വളരെ ലളിതമായ രീതിയിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ തന്നെ ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടും. അതും നമുക്ക് അറിയാം. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതെന്തോ അതാണ് നമ്മുടെ ലൈഫ്. നമ്മൾ ചിന്തിക്കുന്നതും എന്നും കാണുന്നതും പറയുന്നതും ശരിക്കും നമ്മളിലേക്ക് സ്വയം അട്രാക്റ്റ് ചെയ്തു വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.